നൈജീരിയയിലെ കലാപങ്ങളിൽ 262 ക്രൈസ്തവരെ അക്രമികളിൽ നിന്നും രക്ഷിച്ച മുസ്ലിം ഇമാമിന് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അവാർഡ് സമ്മാനിച്ചു. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഫുലാനി അക്രമികളിൽ നിന്നും ക്രൈസ്തവരെ രക്ഷിച്ച ഇമാം അബൂബക്കർ അബ്ദുല്ലാഹിക്കാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുരസ്കാരം നൽകിയത്. 2018 ജൂൺ 23-നാണ് നൈജീരിയയിലെ പ്ലാറ്റുവിലെ ബാർക്കില്ലാദിയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഫുലാനി വർഗ്ഗക്കാരുടെ ആക്രമണമുണ്ടായത്. ഗ്രാമത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കെതിരെ ഫുലാനി സംഘം വൻതോതിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. നൂറുകണക്കിന് വീടുകൾക്ക് ആക്രമികൾ തീയിട്ടു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ നിരീക്ഷണം വെടിവെച്ചു കൊലപ്പെടുത്തി. ആക്രമണത്തിനിടെ ജീവരക്ഷാർത്ഥം ഒരു കൂട്ടം ക്രൈസ്തവർ എത്തിയത് ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി നിസ്കരിച്ചിരുന്ന മുസ്ലിം പള്ളിയിലേക്കായിരുന്നു. 262 പേരടങ്ങുന്ന ഇവരെ ഇമാം പള്ളിയിൽ ഒളിപ്പിച്ചു. പിന്തുടർന്നെത്തിയ ആക്രമികളെ ഇമാം പള്ളിയുടെ വാതിലിൽ വെച്ച് തന്നെ തടഞ്ഞു. അന്നത്തെ ആക്രമണത്തിൽ 82 ക്രൈസ്തവർ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെടാൻ ഇടയാകുമായിരുന്ന 262 പേരെ ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ച ധീരമായ നടപടിയാണ് നാഷണൽ റിലീജിയസ് ഫ്രീഡം അവാർഡിന് ഇമാമിനെ അർഹനാക്കിയത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഇമാം പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖ്യാന ന്യൂസ്. ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.